അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് 3 സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിനകത്ത് ഒരെണ്ണം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്, വേറെ ഒരെണ്ണം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, മൂന്നാമത്തേത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെ 3 സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഡിസ്ട്രിബ്യൂഷനും കൂടിയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ ദ ഡെഫിനേഷൻ. Continuous random variable x is said to have a uniform distribution if its density function is given by f of x is equal to 1 by b minus a if a is less than x is less than b and 0 otherwise. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർവൽ എ മുതൽ ബി വരെയുള്ള ഒരു ഇന്റർവൽ മാത്രമാണ് ഇതിന്റെ വാല്യൂസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഇന്റർവെല്ലിൽ ഇതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by b minus a ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, ഇത് 0 ആയിരിക്കും. അപ്പോൾ ബി മൈനസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടുക, ഇതിനകത്ത് എക്സ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു എ ബി നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള വാല്യൂസ് എടുക്കുക, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 by b minus a എന്ന് പറയുന്നിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും ഇവിടെ. 1 by b minus a ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ എ മുതൽ ബി വരെയുള്ള എല്ലാ വാല്യൂസിനും ഇത് അസൈൻ ചെയ്യുന്ന 1 by b minus a ആണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കിട്ടും. 1 by b minus a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കിട്ടും. ബാക്കി ബിക്ക് റൈറ്റ് സൈഡിലേക്കും എക്ക് ലെഫ്റ്റ് സൈഡിലേക്കും എല്ലാം നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ എല്ലാം 0 ആയിരിക്കും. എ മുതൽ ബി വരെ മാത്രം ഫംഗ്ഷൻ 1 by b minus a ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ആക്ച്വലി ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് മതി, ആ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവെൽ മാത്രം മതി. എവിടെയാണ് ആ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എപ്പോഴും ഒരു ഫൈനൈറ്റ് ഇന്റർവെൽ ആയിരിക്കും. എയും ബിയും ഫൈനൈറ്റ് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ മാത്രമാണ് 1 by b minus a എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റന്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് ഇന്റർവെല്ലിൽ മാത്രമാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓൾറൈറ്റ്, ആൻഡ് നൗ ലെറ്റ്സ് സീ പ്രോപ്പർട്ടീസ്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബിഗ് എഫ് ഓഫ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇൻ്റഗ്രൽ -∞ ടു അപ്പർ ലിമിറ്റ് എക്സ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സം എഫ് ഓഫ് ടി ഡി ടി, ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ടു ബിയിൽ വരെ മാത്രമാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് എപ്പോഴും എക്സ് ആയിരിക്കണം. ലോവർ ലിമിറ്റ് എവിടെ നിന്നാണോ നോൺ സീറോ ക്വാണ്ടിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ എഴുതിയാൽ മതി. -∞ വരെ ഒന്നും പോകണ്ട, കാരണം അവിടെയൊക്കെ 0 ആണല്ലോ. അപ്പോൾ ലോവർ ലിമിറ്റ് എ മുതൽ എക്സ് വരെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by b minus a ആണ്. സോ 1 by b minus a dx എന്ന് കിട്ടും. അപ്പോൾ 1 by b minus a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷൻ പാർട്ട് വളരെ എളുപ്പമായിരിക്കും. ഇത് നമുക്ക് നേരെ ഔട്ട്സൈഡ് എടുത്തിട്ട് ബാക്കിയുള്ള ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഇസ് ജസ്റ്റ് എക്സ്, അപ്ലൈ ദ ലിമിറ്റ് ഫ്രം എ ടു എക്സ്, ഇങ്ങനെ കിട്ടും. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് ഓക്കെ വെയിറ്റ്, ഇവിടെ ഡി എക്സ് അല്ല, വേരിയബിൾ ടി എന്നാണ് കൊടുത്തിരുന്നത്, എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഡി ടി ആൻഡ് അപ്പോൾ ടിക്ക് അപ്പർ ലിമിറ്റ് എക്സ് കൊടുക്കുക, ലോവർ ലിമിറ്റ് എ കൊടുക്കുക. സോ എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ആവാം. എക്സിന് ബി കൊടുത്താൽ എന്ത് സംഭവിക്കുന്നത്, നമുക്ക് 1 കിട്ടും. കാരണം ഏറ്റവും റൈറ്റ് സൈഡിലെ വാല്യൂ എന്താണ് വരിക, ബി ആണ് വരിക. അപ്പോൾ ബി കൊടുക്കുമ്പോൾ ബി മൈനസ് എ ബൈ ബി മൈനസ് എ, നമുക്ക് എഫ് ഓഫ് ബി എന്ന് പറയുന്നത് 1 കിട്ടും. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അടുത്തത് രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ എക്സ്പെക്ടേഷൻ ആണ്, ഇ ഓഫ് എക്സ്. റൈറ്റ്, എക്സ്പെക്ടേഷൻ്റെ ഫോർമുല ഇതാണ്. ഇൻ്റഗ്രൽ ഇവിടെ മുതൽ എവിടെ വരെയാണോ ഡിഫൈൻ ചെയ്യുക, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണല്ലോ ഡെഫിനിഷൻ. റൈറ്റ്, അപ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by b minus a dx ആണ്. 1 by b minus a കോൺസ്റ്റന്റ് ആണ്. റൈറ്റ്, അപ്പോൾ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. സോ എ ടു ബി. റൈറ്റ്, എക്സ്പെക്ടേഷൻ്റെ ഫോർമുല വെറും എഫ് ഓഫ് എക്സ് അല്ല, എക്സ് എഫ് ഓഫ് എക്സ് ആണല്ലേ, എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് എന്നായിട്ട്.
അപ്പോൾ ഇതിന് ഇന്റഗ്രൽ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 വരും, റൈറ്റ്. എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ടൈംസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ 2 കോമൺ ടൈം ആണ്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് നമുക്ക് ബി പ്ലസ് എ ടൈംസ് ബി മൈനസ് എ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 ടൈംസ് ബി മൈനസ് എ എന്ന് കിട്ടും. ബി മൈനസ് എ ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടും എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. അതായത് ആ ഇൻ്റർവെലിൻ്റെ മിഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു ഇൻ്റർവെല്ലിൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുക, എ മുതൽ ബി വരെയുള്ള, അല്ല ഇവിടെയാണ്, ഇവിടെ മാത്രമേ എക്സിൻ്റെ വാല്യൂസ് എടുക്കുന്നുള്ളൂ. അതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് ആണ് എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പെക്ടേഷൻ കണ്ടുപിടിച്ചു. ഡിസ്ട്രിബ്യൂഷൻ ആയി, എക്സ്പെക്ടേഷൻ ആയി. നെക്സ്റ്റ് വേരിയൻസ് ആണ്. വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇ ഓഫ് എക്സ് സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. ഇ ഓഫ് എക്സ് സ്ക്വയർ അപ്പോൾ ഫോർമുല അനുസരിച്ച് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ നമ്മുടെ ഫംഗ്ഷൻ്റെ എ മുതൽ ബി വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. എക്സ് സ്ക്വയർ ടൈംസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ ബി മൈനസ് എ ഡി എക്സ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം കാണാൻ പറ്റില്ല, കാരണം ഈ എഫ് ഓഫ് എക്സ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എപ്പോഴും പുറത്തേക്ക് എടുക്കാം, ബാക്കിയുള്ളതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ടാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് വളരെ എളുപ്പമായിരിക്കും ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ്സ് 1 ബൈ ബി മൈനസ് എ ടൈംസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടും ഫ്രം എ ടു ബി. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ is equal to 1 by b minus a times b cube by 3 minus a cube by 3 എന്നാണ് കിട്ടുക, റൈറ്റ്. ഇതിന് വേണ്ടി ഒരു ഫോർമുല ഉണ്ട്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, അല്ല ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് പറയുമ്പോൾ ബി മൈനസ് എ ടൈംസ് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്, ഐഡൻറ്റിറ്റിയാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ബി മൈനസ് എ ടൈംസ് 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബി മൈനസ് എ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് എ മുതൽ ബി വരെ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ആക്ച്വലി വേരിയൻസിൻ്റെ ഫോർമുല എന്തായിരിക്കും? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇങ്ങനെയാണ് കിട്ടുക. ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ 3 മൈനസ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എ പ്ലസ് ബി ബൈ 2 ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ ആയിരുന്നു, റൈറ്റ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ 3 മൈനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ബൈ 4 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, എൽസിയം എടുക്കുക. അപ്പോൾ ഈ ടൈമിനെല്ലാം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4a സ്ക്വയർ പ്ലസ് 4ab പ്ലസ് 4b സ്ക്വയർ മൈനസ് 3a സ്ക്വയർ മൈനസ് 6ab മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 4a സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ പ്ലസ് 4ab plus 4b square minus 3a square minus 6ab minus 3b square all divided by LCM 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 4a സ്ക്വയറും 3a സ്ക്വയറും ആയാലും നമുക്ക് a സ്ക്വയർ എന്ന് കിട്ടും, 4b സ്ക്വയറും 3b സ്ക്വയറും ആയാലും b സ്ക്വയർ എന്ന് കിട്ടും, പ്ലസ് 4ab മൈനസ് 6ab എന്ന് പറയുന്നത് മൈനസ് 2ab ആണ് ബൈ 12. അപ്പോൾ ഇതെന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ വേരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, ഇതിപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാലും ബി മൈനസ് എ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, സ്ക്വയർ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഐദർ യു ക്യാൻ സേ ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 12 ഓർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 12. അപ്പോൾ ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതുവരെ കണ്ടുപിടിച്ചത് 3 കാര്യങ്ങളാണ് അല്ലേ. ഒന്ന്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചു, ഫോർമുല അപ്ലൈ ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു. എക്സ്പെക്ടേഷൻ, ഡെൻസിറ്റി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഇ ഓഫ് എക്സ് സ്ക്വയർ,
ഡെൻസിറ്റി ഫംഗ്ഷൻ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു, കണ്ടുപിടിച്ചു. ആൻഡ് therefore വേരിയൻസ് ഫോർമുലയിൽ നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, okay, so here is a problem. X be a uniform random variable with mean 3 and variance 1. Find the distribution. അപ്പോൾ മീനും വേരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, റൈറ്റ്? അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇൻ്റർവൽ ആണ് വേണ്ടത്, അല്ലേ? അതായത് എ മുതൽ ബി വരെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എയും ബിയും അറിയാമെങ്കിൽ 1/b - a ആയിരിക്കും അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, 1/b - a ആയിരിക്കും അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ അധികം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് x be defined in AB. ഈ AB എന്ന് പറയുന്ന ഇന്റർവെല്ലിലാണ് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ മീനിന്റെ ഫോർമുല എന്തായിരിക്കും? മീൻ ഇസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു a+b/2 ആണ്. ഇവിടെ മീൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 3 ആണ്, റൈറ്റ്? സോ a+b/2 is equal to 3. That means a+b is equal to 6 എന്ന് കിട്ടും. ഇതൊരു ഇക്വേഷൻ. a+b is equal to 6. Equation number 1. And now variance of x എന്ന് പറയുന്നത് നമ്മൾ ഫോർമുല കണ്ടിരുന്നു. So that is a minus b the whole square by 12 is 1. ഇതിങ്ങനെ 1 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ we will get a minus b the whole square is equal to 12 എന്ന് കിട്ടും, റൈറ്റ്? അപ്പോൾ a minus b എന്തായിരിക്കും? a minus b is equal to, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം, അല്ലേ? അപ്പോൾ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്ന് കിട്ടും. സോ a minus b is equal to പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 12. സാധാരണ ഇതിൽ നമ്മൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂസിനാണ്. അപ്പോൾ എയും ബിയും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം. ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി. പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, എനിവേ a മൈനസ് ബി, അപ്പോൾ a to b ആണ് നമ്മൾ പറയുന്നത്, അല്ലേ? a to b ആണ് പറയുന്നത്. അപ്പോൾ a ചെറുതും b വലുതുമാണ്. അപ്പോൾ b മൈനസ് a എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ കിട്ടുക? a ചെറുതും b വലുതുമാണ്. അപ്പോൾ b മൈനസ് a ആയിരിക്കും എപ്പോഴും പോസിറ്റീവ് വരിക. a മൈനസ് ബി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെടുക്കണം? നെഗറ്റീവ് വാല്യൂസ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം, a മൈനസ് ബി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്ന് എടുക്കാം. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. ഇനി എയും ബിയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുക. സോ 1 + 2 gives, രണ്ടും കൂടി കൂട്ടുമ്പോൾ മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആവും. സോ 2 is equal to 6 minus സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്ന് കിട്ടും. അതിൽ നിന്നും a നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 6 minus സ്ക്വയർ റൂട്ട് ഓഫ് 12/2 എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് b എന്തായിരിക്കും? therefore അല്ലെങ്കിൽ 1 minus 2 എടുക്കാം. 1 minus 2 implies 2b is equal to 6 plus square root of 12 എന്ന് കിട്ടും. or b is equal to 6 plus square root of 12/2 എന്ന് കിട്ടും. എയും ബിയും നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ f of x is equal to, എങ്ങനെ എഴുതാം? 1/b minus a, റൈറ്റ്? 1/b minus a എന്ന് കിട്ടും. അപ്പോൾ b minus a ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? b minus a ഇറ്റ്സ് ലൈക്ക് 1/, ഇതിൽ നിന്ന് ഇങ്ങോട്ട് കുറയണം. അപ്പോൾ 6ഉം 6ഉം ക്യാൻസൽ ആവും. റൂട്ട് ഓഫ് 12 മൈനസ് റൂട്ട് ഓഫ് 12, അപ്പോൾ 2 times സ്ക്വയർ റൂട്ട് ഓഫ് 12/2. അപ്പോൾ സബ്ട്രാക്ട് നോക്കിയാൽ മതി. അപ്പോൾ അത് സ്ക്വയർ റൂട്ട് ഓഫ് 12 എന്ന് കിട്ടും. അപ്പോൾ 1/, സ്ക്വയർ റൂട്ട് ഓഫ് 12 if a less than x less than b. എയും ബി ഞാൻ ഫുൾ എഴുതുന്നില്ല, ഇങ്ങനെ കിട്ടും. 0 otherwise. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഈ ഇന്റർവെൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം, ഈ എയും ബിയും. ഇവിടെ മീനും വേരിയൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2 ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കുക. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാം. ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടിയാൽ പിന്നെ നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റൻ ഒരു വേർഡ് പ്രോബ്ലം ആണ്. See, the article modeling sediment and water column interactions for hydrophobic pollutants. അപ്പോൾ ഈ ജേണലിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത്
depth of the bioturbation layer in sediment. അപ്പോൾ സെഡിമെന്റിലെ ഈ ബയോടർബേഷന്റെ ഡെപ്ത് എന്ന് പറയുന്ന ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഡെപ്ത് വേരീസ് ഫ്രം 7.5 to 20 ആണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമുക്ക് അപ്പോൾ തന്നെ എഴുതാം. എന്ന് പറയുന്നത് 1 ബൈ അപ്പർ ലിമിറ്റ് 20 മൈനസ് 7.5 എന്ന് പറയുന്ന 1 ബൈ 12.5 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഇതാണ് 7.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 20. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും a പ്ലസ് ബി ബൈ 2 ആണ്. റൈറ്റ്, അപ്പോൾ 20 പ്ലസ് 7.5 ബൈ 2 എന്ന് കിട്ടും. നമുക്ക് 13.75 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി കിട്ടും. 13.75 അതാണ് ഇതിൻ്റെ മീൻ എന്ന് പറയും. അടുത്തത് ഇതിൻ്റെ വേരിയൻസ് ആണ്. വേരിയൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്നാണ്. അതായത് 20 മൈനസ് 7.5 ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ 20 മൈനസ് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. 7.5 13.02 എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റിയാണ് വേരിയൻസ് കിട്ടുക. അടുത്ത് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് അല്ലേ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 13.02 ഇത് കണ്ടുപിടിച്ചാൽ ഓൾറൈറ്റ് ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ഒബ്സർവ്ഡ് ഡെപ്ത് ഈസ് അറ്റ്മോസ്റ്റ് 10. ഓക്കെ, അതായത് ചോദിച്ചിരിക്കുന്ന ഇതാണ് പ്രോബിലിറ്റി ദാറ്റ്, ഓക്കെ, ഡെപ്ത് നമുക്ക് എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ മാക്സിമം 10 വരെ ആവാനുള്ള പ്രോബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഫ്രം 10 വരെയുള്ള പ്രോബിലിറ്റി ആണ്. അപ്പോൾ മിനിമം 7.5 to 10 വരെയാണ് പോവുക. അല്ല, മിനിമം വാല്യൂ 7.5 ആണ്, അപ് ടു 10. 1 ബൈ 12.5 ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് 10 മൈനസ് 7.5, അപ്പോൾ 2.5 ബൈ 12.5 എന്ന് കിട്ടും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ബൈ 5 ആണ് നമുക്ക് കിട്ടുക. അതാണ് പി ഓഫ് എക്സ് ലെസ് ദാൻ 10 എന്ന് പറയുന്ന പ്രോബിലിറ്റി. അടുത്തത് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ബിറ്റ്വീൻ 10 ആൻഡ് 15. സോ 10 is less than x is less than 15 എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഫ്രം 10 to 15 1 by 12.5 dx ആണ്. അപ്പോൾ ഈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സിൻ്റെ എക്സ് വരും. അപ്പർ ലിമിറ്റ് 15 മൈനസ് 10 ബൈ 12.5 എന്നാണ് കിട്ടുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 12.5 എന്ന് കിട്ടും. അതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡി ആണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഒബ്സർവ്ഡ് ഡെപ്ത് ഇസ് വിത്തിൻ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മെയിൻ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ വാല്യൂ, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, അതായത് പ്രോബിലിറ്റി ദാറ്റ് അതായത് മ്യൂ, അതായത് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് വിത്തിൻ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മെയിൻ വാല്യൂ. അതായത് മീൻ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് ബാർ എന്ന് വിളിച്ചൊന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ബാർ മൈനസ് 1 ടൈംസ് മ്യൂ ഇസ് ലെസ് ദാൻ എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എക്സ് ബാർ പ്ലസ് 1 ടൈംസ് മ്യൂ. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് മെയിനിൽ നിന്നും ഒരു 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൈറ്റിലേക്കും 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലെഫ്റ്റിലേക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മ്യൂ അല്ല, സിഗ്മ. ഇത് സിഗ്മയാണ്. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് 13.75 മൈനസ് 3.61 is less than x is less than 13.75 plus 3.61. It is equal to probability that 13.75 minus 3.61 എന്ന് പറയുന്നത് 10.14 less than x
is less than 13.75 plus 3.6, 17.36. Okay, that is integral 10.14 17.36 f of x. f of x എന്ന് പറയുന്നത് 1/12.75 dx ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 17.36 മൈനസ് 10.14 ഡിവൈഡഡ് ബൈ 12.75 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് 17.36 മൈനസ് 10.14 എന്ന് പറയുന്നത് അത് 2 ടൈം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും ന്യൂമറേറ്റർ നമുക്ക് കിട്ടുക. അപ്പോൾ 7.22 ഡിവൈഡഡ് ബൈ 12.75 ഇങ്ങനെയാണ് അതിന് ആൻസർ കിട്ടുക. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. ഈ സെക്കൻഡ് പാർട്ട് വിത്തിൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡബിൾ എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ എക്സ് ബാർ മൈനസ് 2 ടൈം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ലെസ് ദാൻ എക്സ് ഇസ് ലെസ് ദാൻ എക്സ് ബാർ പ്ലസ് 2 ടൈം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. അപ്പോൾ ഇവിടെ വെറും 3.61 അല്ല 3.61 ടൈംസ് 2 എടുക്കണം. ഇവിടെയും 3.61 ടൈംസ് 2 എടുക്കണം. എന്നിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. Okay, so that part we can do as a homework. Okay, so that's all about uniform distribution. So I think we can wind up the session. Okay, thank you.